നമസ്കാരം. KSU പ്രതിഷേധത്തിനിടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് പരിക്കേറ്റു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് സംഭവം. കഴുത്തിനും കൈക്കും മന്ത്രിക്ക് പരിക്കേറ്റതായിട്ടാണ് വിവരം. മന്ത്രിയെ ആശുപത്രിയിലേക്ക് മാറ്റി. സ്പീക്കർ ഷംസീറും ഒപ്പമുള്ളപ്പോഴാണ് സംഭവം ഉണ്ടായത്. വന്ദേ ഭാരതിലെ യാത്ര പരിക്കേറ്റതിനെ തുടർന്ന് മന്ത്രി നിലവിൽ റദ്ദാക്കി. കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്നതിനിടയിലായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മന്ത്രിക്ക് നേരെ പ്രതിഷേധമുണ്ടായത്. അതേസമയം KSU പ്രവർത്തകർ മന്ത്രിയുടെ കൈ പിടിച്ച് തിരിച്ചുവെന്നാണ് മന്ത്രി പറഞ്ഞത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തുന്നതിന് മുൻപായി 2 തവണ മന്ത്രിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായിരുന്നു. യൂത്ത് ലീഗ് പ്രവർത്തകർ മന്ത്രിയെ വഴിയിൽ തടഞ്ഞിരുന്നു. പിന്നാലെയാണ് റെയിൽവേ സ്റ്റേഷനിലെ 1ാം പ്ലാറ്റ്ഫോമിലേക്ക് നടക്കുന്നതിനിടെ KSU പ്രതിഷേധവുമായി എത്തിയത്. കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി മന്ത്രിക്കെതിരെ വിവിധയിടങ്ങളിൽ പ്രതിഷേധമുയരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ഇന്ന് നടന്ന പ്രതിഷേധമാണ് അതിരുവിട്ടത്. കല്യാട് അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത ശേഷം മടങ്ങിയായിരുന്നു മന്ത്രി. വീണ ജോർജിന് നേരെ കണ്ണൂർ ജില്ലയിലെ വിവിധയിടങ്ങളിൽ യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായിരുന്നു. ഇന്ന് മന്ത്രിക്കെതിരെ വ്യാപകമായ രീതിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മന്ത്രിക്കെതിരെ കരിങ്കൊടി കാട്ടിയിരുന്നു. ഇരിക്കൂറിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹന്റെ നേതൃത്വത്തിലാണ് കരിങ്കൊടി പ്രതിഷേധം അരങ്ങേറിയത്. ഇതിനു പുറമെ തലശ്ശേരി, കൊടുവള്ളിയിലും ചാലോടിലും ആയിപ്പുഴയിലും മന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ പ്രവർത്തകർ കരിങ്കൊടി കാട്ടി പ്രതിഷേധം അറിയിച്ചു. മന്ത്രിയുടെ യാത്രാമധ്യേ അപ്രതീക്ഷിതമായിട്ടാണ് പലയിടത്തും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. ഉടൻ തന്നെ പോലീസ് ഇടപെട്ട് മന്ത്രിക്ക് സുരക്ഷയൊരുക്കുകയായിരുന്നു. വിവിധയിടങ്ങളിൽ കരിങ്കൊടി കാട്ടി പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അപ്രതീക്ഷിതമായ ഈ സംഭവം ഉണ്ടാകുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിയുടെ വസതിയിൽ റീത്ത് വെച്ചിരുന്നു. പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥർ റീത്ത് എടുത്തു മാറ്റിയിരുന്നു. മന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ പിന്നീട് പോലീസ് സുരക്ഷ കൂട്ടുകയും ഉണ്ടായി. പ്രതിഷേധമുണ്ടായി 15 മിനിറ്റിന് ശേഷമാണ് കൂടുതൽ പോലീസുകാർ അന്നെത്തിയത്. പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കിയായിരുന്നു പോലീസുകാർ പ്രശ്നം ശാന്തമാക്കിയത്. ഏറെ നേരത്തെ ശ്രമത്തിന് ശേഷമാണ് പ്രവർത്തകരെ പോലീസ് പിരിച്ചുവിട്ടത്. വസതിയിലേക്ക് നടത്തിയ പ്രതിഷേധത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസും എടുത്തിരുന്നു. നേതാക്കളായ 17 പേർക്കെതിരെയും കണ്ടാലറിയാവുന്ന 7 പേർക്കെതിരെയുമായിരുന്നു കേസെടുത്തിരുന്നത്. തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം ഷെജീറിനെ 1ാം പ്രതിയാക്കിയായിരുന്നു കേസ്. 4 പോലീസുകാരുടെ പരാതിയിലായിരുന്നു കേസെടുത്തത്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും പോലീസുകാരെ ആക്രമിച്ചതിനും പൊതുമുതൽ നശിപ്പിച്ചതിനും ഉൾപ്പെടെയായിരുന്നു കേസെടുത്തത്. പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിയിരുന്നു. 28,000 രൂപയുടെ നാശനഷ്ടമുണ്ടാക്കിയെന്നും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 4 പോലീസുകാരെ കയ്യേറ്റം ചെയ്തുവെന്നും FIR-ലുണ്ടായിരുന്നു. ഇതുകൂടാതെ പത്തനംതിട്ട ജനറൽ ആശുപത്രി കെട്ടിടം സ്റ്റേഡിയം ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത ആലോചനാ യോഗത്തിലും മന്ത്രിക്കെതിരെ പ്രതിഷേധമുയർന്നിരുന്നു. പണി പൂർത്തിയാക്കാതെയാണ് ആശുപത്രി കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നതെന്നായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം. തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിയെ കൂകി വിളിച്ചു. ഇതോടെ മന്ത്രിക്ക് പിന്തുണയുമായി DYFI പ്രവർത്തകരും സ്ഥലത്തെത്തിയിരുന്നു. എന്നാൽ ഇതിനിടയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അതിക്രമിച്ചു കയറി മന്ത്രിയുടെ വസതിയിൽ റീത്ത് വെച്ച സംഭവത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തള്ളി പറഞ്ഞിരുന്നു. മന്ത്രിമാരുടെ വീട്ടിൽ കയറുന്നതും റീത്ത് വെക്കുന്നതും കോൺഗ്രസിന്റെയോ തന്റെയോ രീതിയല്ല എന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ പ്രതിഷേധിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അരങ്ങേറിയത്. മന്ത്രിമാരുടെ വീട്ടിൽ റീത്ത് വെക്കാൻ പറയലല്ല തന്റെ ജോലി. ഇത്തരം സമരമുറകൾ കോൺഗ്രസ് പ്രോത്സാഹിപ്പിക്കാറില്ല എന്നും സതീശൻ പറഞ്ഞിരുന്നു. ഇതിനിടെ ആരോഗ്യമന്ത്രിക്കെതിരായ പ്രതിഷേധങ്ങളെ പ്രതിരോധിക്കാൻ DYFI രംഗത്ത് വന്നിരുന്നു. ആ കളി അവസാനിപ്പിച്ചേക്കെന്ന് യൂത്ത് കോൺഗ്രസിന് DYFI മുന്നറിയിപ്പ് നൽകിയിരുന്നു. വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്കിടെ രോഗിയുടെ വയറ്റിൽ ഉപകരണം വയറ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ കടുത്ത പ്രതിഷേധമായിട്ട് യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയതിന് പിന്നാലെയായിരുന്നു DYFIയുടെ മുന്നറിയിപ്പ്.